എത്തിയോസ് ലീവ നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. രൂപ പോലും ഇതിന്റെ ഒരു റേറ്റ് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ക്യാഷ് ബാക്കിനെ കിട്ടൂല, അതിലാറ് കൂടുതൽ നമുക്ക് എമൗണ്ട് പാസ്സാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇതൊക്കെ നമുക്ക് ഒന്നുകൂടി കുറച്ചുകൂടെ ആളുകൾ വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് വണ്ടി ഉണ്ടാവാം. ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ CVT ഓട്ടോമാറ്റിക്കില് നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് വേറെ ഒന്നും നോക്കണം, നല്ല അടിപൊളി ഓപ്ഷനാണ്. 6.5 രൂപ അല്ലെ, നല്ലൊരു നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. വെറും 6.5 രൂപക്ക് അത് നമുക്ക് 3 സീരീസിൽ പക്ക ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അതും ഫാൻസി നമ്പർ എല്ലാം വരുന്ന ഈ ഒരു അടിപൊളി വാഹനം വെറും 6 ലക്ഷം രൂപക്ക് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഗംഭീര കളക്ഷനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ പൈസ കൊണ്ടാൻ പറ്റുന്ന നല്ല പ്രീമിയം വെഹിക്കിൾസ് ആണ് നമുക്ക് ഇന്നത്തെ പരിചയപ്പെടാനുള്ളത്. BM ഒക്കെ തവണ ചെറിയൊരു സ്വിഫ്റ്റിന്റെ റേറ്റ് പോലും വേണ്ട. അടുത്ത് ഓഡിന്റെ Q7 വരുന്നുണ്ട്. ദെൻ ഇന്നോവകൾ, ഫോർച്യൂണറൊക്കെ തവണ നമുക്ക് ഡൽഹി പ്രൈസിനൊക്കെയാണ് നല്ല അടിപൊളി കാറുകൾ. നല്ല 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ല അടിപൊളി SUV-കളൊക്കെ ഉള്ള ഒരു പാർട്ട്. ഇത് നമുക്ക് ടയോട്ട കാസ്, അതായത് ഫോർച്യൂണർ, ഇന്നോവകളൊക്കെ ഉള്ള ഒരു അടിപൊളി പാർട്ടുമായിട്ടാണ്. MKL-ലാണ് ഡീറ്റെയിൽസുകളൊക്കെ കൂടെ ഉള്ളത്. ഫൈസൽക്കാണ്. ഫൈസൽക്ക, നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നമുക്ക് MKL-ക്ക് എത്തിച്ചേരാം? ലൊക്കേഷൻ വെള്ളോമ്പ്രാണ്, മലപ്പുറം റോഡിൽ ജസ്റ്റ് കയറി നമ്മളെ MKL പ്രിയോൺ കാർസ് കാണാമല്ലോ. അപ്പോൾ അതാണ് നമ്പർ കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ അതാണ് നമുക്ക് എത്തിയോസ് ലീവൊക്കെ തവണ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് പരിചയപ്പെടാൻ പോവുകയാണ്. സ്ലാവിയ വരുന്നുണ്ട്, നെക്സോൺ വരുന്നുണ്ട്, 4x4 ഇത് നല്ല പ്രജീറോ സ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു BM നമ്പറൊക്കെ നോക്കി നല്ല അടിപൊളി നമ്പറാണ്. എങ്ങനെയായിരുന്നു ഫൈസൽക്ക ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2012 2012 BM അല്ലേ? ഏതായിരുന്നു സീരീസ് ഏതായിരുന്നു? 2012 3 സീരീസ് ആണ്. ഏകദേശം 1 lakh ഓടിയാണ്. 1 lakh ഓടിക്കണം അല്ലേ? ഒറിജിനൽ കേരളാണോ അതോ റീവണ്ടി ആണോ? റീവണ്ടി ആണ് അല്ലേ? എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല വണ്ടി? എല്ലാം പക്കയാണ് വണ്ടി അല്ലേ? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് 6.5 രൂപ. 6.5 രൂപ അല്ലേ? നല്ലൊരു നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. വെറും 6.5 രൂപക്ക് അത് നമുക്ക് 3 സീരീസിൽ പക്ക ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അതും ഫാൻസി നമ്പർ എല്ലാം വരുന്ന ഈ ഒരു അടിപൊളി വാഹനം വെറും 6 ലക്ഷം രൂപക്ക് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓഡിയുടെ ഒരു Q5 ആണ് നിലവിൽ. അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ് വരുന്നത്. ഇത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് പനോരമിക് ആണ് വരുന്നത് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 വണ്ടി അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 125 ഓടിയാണ്. 3rd ഓണറാണ്. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ വണ്ടി? എങ്ങനെ? എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആവും, കുഴപ്പമില്ല, എല്ലാം ഫിറ്റ്. നമുക്ക് ഗ്യാരണ്ടി പറയാം. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് ഏറെ ചോദിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ എന്ത് വിലയിലേക്ക് കുറച്ച് കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അത് NOC-ലുള്ള റേറ്റ് ആണോ അതോ നമ്പർ ആയിട്ടുള്ള റേറ്റ് ആണോ വരുന്നത്? അല്ല, നമ്മൾ NOC-ലെ വില പറഞ്ഞത്. NOC-ൽ 7,50,000 നമുക്ക്. അപ്പോൾ ഒരു ചെറുതായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇന്നോവ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് ആക്കാം അല്ല? ഇത് അടുത്തോണ്ട് എത്തിയോസ് ലീവ നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ഇതിന് ഡുവൽ ടൂണില് വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ നല്ലൊരു അടിപൊളി വണ്ടി. ഏതായിരുന്നു ഫൈസൽക്ക മോഡൽ? 2018 വണ്ടി അല്ലേ? ഡീസലല്ലേ വണ്ടി തന്നെ? ഡീസലാണ്, ഒറിജിനൽ കേരള VXD. ഇതിന് ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് ഓണർ ആണ്. സിംഗിൾ ഓണറിൽ ഒറിജിനൽ കേരള വണ്ടി അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 180 പോയിട്ടുണ്ട്. 180 ഓടിക്കണു അല്ലേ? ഹിസ്റ്ററിക്ക പക്ക അവൈലബിൾ അല്ല? ഹിസ്റ്ററിക്ക ഹിസ്റ്ററിക്ക ഉണ്ട്. ഏകദേശം 7 രൂപ നമ്മൾ ചോദിക്കുള്ളൂ. ഏറെ പറയണ്ടേ 7 രൂപ. 7 രൂപ അല്ലേ? അപ്പൊ നമുക്ക് ഏറെ ചോദിച്ചിരുന്ന വണ്ടിയാണ്. സ്പെഷ്യൽ റേറ്റ് ആണ്. നേരെ 50,000 കുറച്ചിട്ട്. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ ഒറിജിനൽ കേരള ലിവന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? ഇതൊക്കെ നോക്കി നിങ്ങൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സ്റ്റിയറിംഗ് മോൾഡ്, കൺട്രോൾസ് കാര്യങ്ങൾ, LCD സ്ക്രീന് എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനം. അപ്പോൾ നമുക്ക് ഒന്നും വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യിക്കാനില്ല. എസ്റ്ററൊക്കെ അവൈലബിൾ അല്ല. 7 ലക്ഷം രൂപ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? മാക്സിമം ഫുൾ ലോൺ ഏകദേശം കിട്ടാൻ ചാൻസ്. ഫുൾ ലോൺ 6.5 വരെയൊക്കെ തന്നെ നോക്കാം. അപ്പൊ ഒരു 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റൂല. ദെൻ വീണ്ടും തവണ നമുക്കൊരു ഫുൾ വൈറ്റില് അല്ല KL 57 നിലവിൽ നമുക്ക് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 2016 GD SP ആണോ? അല്ല, എയർ ബാഗ് കാര്യങ്ങളില്ല അല്ല? അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഒറിജിനൽ കേരള തന്നെയാണോ വരുന്നത്? ഇത് ഒറിജിനൽ അല്ല, ഇത് എയർ ബാഗ് വരുന്ന കേട്ടോ. എയർ ബാഗ് GD SP ആണല്ലേ? അപ്പൊ ഇത് നമുക്ക് എങ്ങനെയായിരുന്നു? പിന്നെ ഒറിജിനൽ കേരള ആണോ റീവണ്ടി ആണോ വരുന്നത്? ഇത് റീ ആണ്. ഞാൻ പറഞ്ഞില്ലേ 134 ഓടിയിട്ടുണ്ട്. ഏകദേശം 3rd ഓണർ ആണ് വണ്ടി. ഓക്കെ. ഇത് നമ്മൾ ചോദിക്കുന്നത് 4.5 അല്ല? ചെറിയൊരു പൈസക്ക് വണ്ടി ഉണ്ടാകും. 16 മോഡൽ GD SP ആണ്. 130 ഓടിക്കണ്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ്.
നമുക്ക് എത്ര വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും ഫൈസൽക്ക്? ഏകദേശം ഒരു 10-50 രൂപ ഇത് ലോൺ ചെയ്യാൻ പറ്റും. 50 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ചെറിയൊരു പൈസക്ക് മോഡൽ കൂടിയ ഒരു GD-SP, എയർ ബാഗ്, AC, പവർ സ്റ്റിയറിംഗ്, ഫോർഡോ പവർ വിൻഡോ കാര്യങ്ങൾ, അതും പ്ലാറ്റിനം ടൈപ്പിൽ വരുന്ന ഫുൾ വൈറ്റ് ഉള്ള ഒരു അടിപൊളി വണ്ടി. ഇത് നമുക്ക് ഗ്രേ ഫിനിഷിംഗിൽ ഇതെങ്ങനെയായിരുന്നു ലിവ മോഡൽ? വീഡിയോ ഇത് വീഡിയോ ആണ്, 2016 ആണ്. 2016 അല്ലേ? അതെ, ഇത് തേർഡ് ഓണർ ആണ് വരുന്നത്. 2016 വണ്ടി. അടിപൊളിയായിട്ട് 160, 1 ആ ലെവലിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇതിലൊക്കെ നോക്കി നിങ്ങള് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അത് സ്റ്റേറ്റ് വെഹിക്കിൾ ആണ്. നിലവിൽ ഇപ്പോൾ KL 55 നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എത്ര നമ്മള് ഫൈസൽക്ക് ചോദിക്കുന്നത്? 590. 590 അല്ലേ? എന്തേലും വില ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? അതും ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമുക്ക് 50 രൂപ 60 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം. ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വണ്ടികൾ ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇത്. ദെൻ നമുക്ക് വീണ്ടും അതിന്റെ ഒരു കളർ ചേഞ്ച് തന്നെയാണ് വരുന്നത്. 2013 ആട്ടോ അത്. 2013 വണ്ടി അല്ലേ? അതെ. എങ്ങനെയായിരുന്നു പിന്നെ കിലോമീറ്റർ? 2013 മോഡലാണ് ഇത്. 130 170 ഓടിയിട്ട്. അതും 170 അടുത്ത് ഫോർത്ത് ഓണർ ആണ് വരുന്നത്. GD ആണ് വണ്ടി വരിക. പക്ഷെ ഇത് പറഞ്ഞാൽ എന്തുണ്ടാവില്ല, എയർ ബാഗ് വരുന്നില്ല. ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ കാര്യങ്ങളെല്ലാം വരുന്നൊരു മോഡലാണ്. സോ ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ്. നമുക്ക് എത്ര ചോദിക്കുന്നത് ഫൈസൽക്ക? ഇത് 335. 335. ചെറിയൊരു പൈസക്ക് വണ്ടി ഉണ്ടാവും അല്ല? 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. ഇന്റീരിയർ ഒക്കെ പക്ക നീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ്. ഇത് നമുക്ക് മൈലേജ് കാര്യങ്ങൾ മെയിൻ്റെനൻസ് കുറവ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി സെഡാനാണ്. ഹോണ്ടയുടെ അമേസ് KL 31 ആണ് രജിസ്ട്രേഷൻ. ഒറിജിനൽ KL അല്ല വണ്ടി വരുന്നത്? ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ്, പക്ഷെ അത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ CVT ഓട്ടോമാറ്റിക്കിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് വേറെ ഒന്നും നോക്കണ്ട, നല്ല അടിപൊളി ഓപ്ഷനാണ്. അതുപോലെ നമുക്ക് നല്ല മൈലേജും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് കുറവും വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു വാഹനം. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ? അതെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ ആകെ 40,000 കിലോമീറ്റർ കിട്ടുള്ളൂ. പക്ക ലോ കിലോമീറ്റർ ആണ്. അതും CVT ഓട്ടോമാറ്റിക്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. ഏകദേശം 40,000 കിലോമീറ്റർ ഓടി. 2021 മോഡലാട്ടോ. 21 മോഡൽ, നല്ല മോഡലുള്ള വണ്ടി അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് ഏകദേശം നമ്മൾ ഒരു 890 ഒക്കെ വേണം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? അതിലും നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് 60-70 രൂപ ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റൂല. അടുത്ത വീണ്ടും നമുക്കൊരു ജാസ് വരുന്നുണ്ട്. ഇത് ഡീസൽ അല്ല വണ്ടി വരുന്നത്? അതെ, 2015 മോഡലാട്ടോ. 2015 നിലവിൽ ഇപ്പൊ കേൾട്ടണില് റീവണ്ടിയാണ് അത് വരുന്നത്. റീ ആണ്. നിലവിൽ കേൾട്ടൺ BJ നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. 1 ഓടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. നല്ല മൈലേജ് ലോങ്ങില് ഒരു 24, 22 എന്തായാലും മൈലേജ് കിട്ടും. അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. മെയിൻ്റെനൻസും പൊതുവെ കുറവാണ് അല്ലേ? എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് നമ്മൾ 4.5 അല്ലേ? നമുക്ക് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതും ലോൺ ഏകദേശം നമുക്ക് ഒരു എന്തായാലും ഒരു 4 രൂപയുടെ അടുത്ത് ലോൺ കിട്ടും. 4 അടുത്ത് ലോൺ കിട്ടൂല. അപ്പോൾ 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഡീസൽ വണ്ടിയാണ്. ഡെയിലി യൂസിന് നല്ല മൈലേജ് പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് വണ്ടി. ഇത് നമുക്ക് ഒരു പ്രീമിയം ലെവലിൽ ഒരു സെഡാന് നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ് സ്കോഡന്റെ സ്ലാവിയ അല്ലേ? ഒറിജിനൽ കേരള വണ്ടി അല്ലേ? അതെ. 2022 ആണ്. 2022 മോഡൽ സ്ലാവിയ ഒറിജിനൽ കേരള വണ്ടി. അതും ഫുൾ കട്ട ടയർ കാര്യങ്ങൾ, 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വണ്ടി 2022 സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒറിജിനൽ കേരള വണ്ടി. വരുന്നുണ്ട്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ആകെ 6000 കിലോമീറ്റർ കിട്ടുള്ളൂ. പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം അല്ലെ? സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ? സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന നല്ല പ്രീമിയം ലെവലിൽ വരുന്ന അടിപൊളി പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എത്ര ചോദ്യം നമുക്ക്? 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ അല്ല? ഫ്രഷ് നമുക്ക് ഏകദേശം എത്ര പേര് വരുന്നുണ്ട് ഇതിന്? ഫ്രഷ് എന്തായാലും ഏകദേശം ഇതിന്റെ അഭിപ്രായം വരാണെങ്കിൽ 10, 22, 23 കൊണ്ടുപോകും വരുന്നുണ്ട് അല്ലേ? അപ്പൊ നേർ പകുതി വില ഇന്ത്യയും താഴെ ആയിട്ടുണ്ട്. 6000 കിലോമീറ്റർ ഓടിയപ്പോഴേക്ക് നമുക്ക് നേർ പകുതി വിലക്ക് വാഹനം ഇറക്കാം. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മേജർ ആയിട്ടില്ല, പക്ഷെ ചെറിയ ക്ലെയിം ഉണ്ട് കേട്ടോ. ക്ലെയിം ഉണ്ട് അല്ലേ? ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ല? അതെ, നമ്മൾ പാർട്ടി വരുമ്പോൾ അനുസരിച്ച് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം അല്ലേ? വണ്ടി പക്ക വണ്ടി. അടുത്തതാണ് നമുക്കൊരു ടാറ്റ നെക്സോൺ. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസലാണ്. 2022 മോഡലാണ്. XM അല്ലേ? അപ്പോൾ ഡീസൽ ആയതുകൊണ്ട് നമുക്കൊരു 18-20 നല്ല മൈലേജും ഉണ്ടാവും. സേഫ്റ്റിയുടെ കാര്യമാണെങ്കിൽ നമുക്ക് പക്കായിട്ട് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഏകദേശം
20 ഓണർ ആട്ടോ. സെക്കൻഡ് ആർ സി ഓണർ, സിംഗിൾ ആർ സി ഓണർ. അത് നമുക്ക് ഒറിജിനൽ കേരള 40,000 കിലോമീറ്റർ. അപ്പോൾ നല്ല മൈലേജ്, പെർഫോമൻസ് പ്ലസ് നമുക്ക് സേഫ്റ്റി കൂടെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി സീറ്റ് കവർ ഉണ്ട്. നല്ല അടിപൊളി ഇന്റീരിയർ ആണ്, ഒന്നും പറയാനില്ല അല്ലേ. എത്ര നമ്മൾ പൈസ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് ഏകദേശം നമുക്ക് ഒരു 8 സംതിങ് 890 പറയുന്നത്. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 19 വണ്ടി ഇറക്കാൻ പറ്റുമോ? താഴെ കൊടുക്കാം. അതൊക്കെ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോണ് ഫുൾ ലോണിനെ ചെയ്യാൻ പറ്റും. നോക്കാം. മാക്സിമം ലോണ്. അടുത്ത നമുക്കൊരു ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാണ് ഡുവൽ ടൂണില് നല്ലൊരു കിള്ളം പെജീറോ അല്ല. ഇതേതായിരുന്നു ഓപ്ഷൻ? 2010 സ്പോട്ടാണത്? അല്ലല്ല, സ്പോട്ട് അല്ല, SFX ആണ്. SFX അല്ലേ? 2010 SFX ഒറിജിനൽ കേരളയാണോ? അല്ല, ആണ്. വണ്ടിയാണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് അല്ലേ? 1.20 ഓടിയാണ്. തേർഡ് ഓണർ ആണ്. ഓക്കെ. 8 രൂപ നമ്മൾ ചോദിക്കണേ. ഓക്കെ, 8 രൂപ. നിലവിൽ കേരള നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അത് നമുക്ക് 7 സീറ്ററിൽ ഓഫ് റോഡിൽ SFX 8 രൂപ ചോദിക്കും. ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? അതൊക്കെ നമുക്ക് ചെയ്യാം. 10 ആണ്, പക്ഷെ എന്നാലും നമുക്ക് ശ്രമിക്കാം, ചെയ്യാൻ പറ്റില്ല. കിട്ടുന്നുണ്ട്. ഓക്കെ. അടുത്തൊരു ഡുവൽ ടൂണിലൊരു ജീപ്പ് കോമ്പസ്, ഒരു US ബ്രാൻഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്. KL7 എറണാകുളം രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018-20 രജിസ്ട്രേഷൻ ആണ്. 2018-20 രജിസ്ട്രേഷൻ. അതെ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയാണ്. 60,000 കിലോമീറ്റർ. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ പുതിയ വാഹനത്തിന്റെ അതേ ഫീല്, നല്ല അടിപൊളി വണ്ടി. പുഷ്പട്ട സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ആണ് ഓപ്ഷൻ വരുന്നത്. അതെ അതെ അതെ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണോ? അതെ അതെ. ലിമിറ്റഡ് ആണ് ഓപ്ഷൻ ഇല്ല. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇതൊരു 10.25 ഫുൾ ലോൺ. അപ്പൊ ട്രാക്കിന് നമ്മൾ 1 രൂപ പോലും വേണ്ട. ഇതിന്റെ ഒരു റേറ്റ് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ക്യാഷ് ബാക്കിനെ കിട്ടൂല. അതിലേറെ കൂടുതൽ നമുക്ക് എമൗണ്ട് പാസ്സാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇതൊക്കെ നമുക്ക് ഒന്നുകൂടി കുറച്ചുകൂടെ ആളുകൾ വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് വണ്ടി ഉണ്ടാവാം. സ്വിഫ്റ്റ് ഡിസയർ ഗോൾഡ് ഫിനിഷിംഗ് ആണ്, ഡീസൽ വണ്ടിയാണ്. ഏകദേശം 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2008 ആട്ടോ. 2008 അല്ലേ? പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം അത് 1 സംതിങ് ഓടിയാണ്. 1.50 1.60 ഓടിയാണ്. സെക്കൻഡ് ഓണർ ആട്ടോ വണ്ടി. എത്ര ചോദിക്കുന്നത്? 2008 സെക്കൻഡ് ഓൺ ഡിസയർ. ഏകദേശം നമ്മൾ 1.80 വണ്ടിയുടെ വില. 1.80 നമുക്ക് ചെയ്യാൻ പറ്റൂല ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് MKL-ലായിരുന്നു. അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് അടിപൊളി കളക്ഷൻസ് ഫോർച്യൂണർ ഇന്നോവയ്ക്ക് ചെറിയ പൈസ കൊണ്ടാൻ പറ്റുന്ന ഒരു അടിപൊളി പാർട്ടി ഉടനെ വരും. ഇപ്പൊ MKL ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളോമ്പുറത്താണ്. അപ്പോൾ പൈസൽക്കായിരുന്നു. മാക്സിമം നമുക്ക് വില കുറച്ചിട്ട് വാഹനങ്ങൾ തരും. നിങ്ങൾ വരിക, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യില്ല പ്രൈസുകളൊക്കെ. അപ്പോൾ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺലൈൻ നമുക്ക് വണ്ടി ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫൈസൽക്ക സൈനിങ് ഓഫ്.